ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ദിവസം കേട്ടോ. ഇന്നൊരു വളകാപ്പ് ചടങ്ങുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. കയറാട്ടോ. അനിയത്തിയുടെ വളകാപ്പ് ചടങ്ങ് കേട്ടോ. സംഗീതേട്ടൻ്റെ അനിയത്തിയുടെ ഫംഗ്ഷനാണെന്നുള്ളത്. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം വളകാപ്പ് ചടങ്ങിൽ ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടില്ല കേട്ടോ. ആമീനെ പ്രഗ്നൻ്റ് ആയ സമയത്തൊന്നും ഇങ്ങനത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതൊരു 1-2 കൊല്ലം ആയിട്ടുള്ളൂ തോന്നല്ലേ വളകാപ്പ് ചടങ്ങ് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മട്ടന്നൂർ എത്താനായിട്ടുണ്ട്. ഏകദേശം ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ അവളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. ഒരു 11:45-12 മണിയാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിറങ്ങണം. അങ്ങനെയായിരുന്നു സമയക്കണക്ക് ഉണ്ടായിരുന്നത്. ചെറിയൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. ഇവിടെ നിന്നും അത്ര പേരേ പോയിട്ടുള്ളൂ, അവിടെയും അത്ര പേരേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടുന്ന് അമ്മമ്മയൊക്കെ മരിച്ചിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മീൻസ് സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ചെന്നപാട് ഫസ്റ്റ് കണ്ടത് പനനീർ ചാമ്പങ്ങ കേട്ടോ. ഇവിടുത്തെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. അവിടുന്ന് കുറേ ചാമ്പങ്ങയൊക്കെ പറിച്ചു തന്നു. ഇവർക്കാർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പറിച്ചെടുത്തു. നമുക്ക് വീട്ടിൽ വന്നിട്ട് കഴിക്കാം. ചെന്നപാട് ചായയൊക്കെ കുടിച്ചു. തണുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ വേഗം തുടങ്ങി. കാരണം പറഞ്ഞല്ലോ, വേഗം ഇറങ്ങേണ്ടതുകൊണ്ട് തന്നെ നേരത്തോടെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. കുറച്ച് പേരുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. ലളിതമായ രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. അടുത്തായിട്ട് എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. ക്യാമറമാൻ ഞാനായതുകൊണ്ട് എന്നെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെ അരിയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ആ ചടങ്ങെല്ലാം ചെയ്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും അവരുടെ യാത്രയും പറഞ്ഞ് ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ 12 ആകുന്നതിന് മുന്നേ വീട്ടിലോട്ട് കയറണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉച്ചയാകുന്നതിന് ഇടയ്ക്ക് തന്നെ എല്ലാവരും ഇറങ്ങി. തിരിച്ചു വരുമ്പോൾ ഞാനും ആമീസും കാശിയും കൂടെ പുറകിലിരുന്നു കേട്ടോ. നമ്മുടെ പരിപാടി ബേക്ക് ബെഞ്ചിൻ്റെ പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ബേക്കിൽ നിന്ന് അടിച്ച് പൊളിച്ചു. ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുഞ്ഞു പിള്ളേർ മാത്രം ഒരു മത്സരത്തുള്ള തന്നെയായിരുന്നു. എന്നെ ഇടം വലം തിരിയാൻ വേണ്ടിയിട്ട് 2 സമ്മതിച്ചില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അടിയാവും, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സ്നേഹം, അങ്ങനെയൊക്കെ കേട്ടോ. രണ്ടാളും കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. തിരിച്ച് ഞങ്ങളുടെ നാട്ടിലെത്തി. ഇനി ഇവിടെ വന്നിട്ടും കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയെല്ലാം വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ട്. കാരണം എന്നെ കൊന്നിട്ടില്ലാന്നേ ഉള്ളൂ രണ്ടാളും കൂടിയിട്ട്. ഡാൻസായിട്ടും പാട്ടായിട്ടും അടിയായിട്ടും ഇടിയായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടെ എത്തിയിരിക്കുകയാണ്. അമ്മയൊക്കെ വേഗം നടന്നു പോയിട്ടുണ്ട് വിളക്കെല്ലാം കത്തിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തിയിട്ടും കുറച്ച് ചടങ്ങുണ്ടായിരുന്നു. അരിയുടെ ചടങ്ങും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വളകാപ്പ് ചടങ്ങ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.